ലോകം മുഴുവൻ ഫുട്ബോൾ ആവേശത്തിൻ്റെ ലഹരിയിലാണ്. നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികളൊക്കെ വലിയ കായിക താരമാകണമെന്ന് സ്വപ്നം കാണുന്നുണ്ട്. അതിനായി അവർക്ക് പരിശീലനം നൽകുന്ന കോച്ചുമാരാണ് കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വയ്ക്കുന്നത്. എന്നാൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിന് പകരം അവരുടെ ഭാവിയും പ്രതീക്ഷയുമെല്ലാം തകർത്ത ഒരു പരിശീലകനുണ്ട് തിരുവനന്തപുരത്ത്. ക്രിക്കറ്റ് പരിശീലനത്തിനായി എത്തിയ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിലെ പ്രതി. 4ാമത്തെ പോക്സോ കേസിലും ഇയാൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി മനുവിന് 28 വർഷം കഠിന തടവാണ് ശിക്ഷ. ഇതോടെ 4 കേസുകളിലുമായി ആകെ 127 വർഷം ശിക്ഷ അനുഭവിക്കണമെന്നാണ് കോടതി വിധി. പരിശീലനത്തിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് ക്രിക്കറ്റ് കോച്ചായ പ്രതി വള്ളക്കടവ് ശ്രീവരാഹം സ്വദേശി എം മനുവിനെ 4ാമത്തെ കേസിൽ 28 വർഷം കഠിന തടവിനും 54,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത്. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് ശിക്ഷ വിധിച്ചത്. തടവ് 7 വർഷം അനുഭവിച്ചാൽ മതിയാകും. നേരത്തെ വിധി വന്ന 3 കേസുകളിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ചാണ് കോടതി പ്രത്യേകം ശിക്ഷാ കാലാവധി വിധിച്ചത്. 40-കാരനായ പ്രതിക്ക് 4 കേസുകളിലായി 127 വർഷം തടവും 2,23,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. ഇതിൽ 42 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. ജൂണിലാണ് കുട്ടി തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിക്കറ്റ് പരിശീലന കേന്ദ്രത്തിലെത്തിയത്. പരിശീലനത്തിനെന്ന് പറഞ്ഞ് ജിമ്മിലേക്കും ഫിറ്റ്നസിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ശുചിമുറിയിലേക്കും മറ്റും കൊണ്ടുപോയാണ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. ഫിറ്റ്നസിന്റെ ഭാഗമെന്ന് പറഞ്ഞ് കുട്ടിയുടെ നഗ്ന ഫോട്ടോയും പ്രതിയെടുത്തു. പിന്നാലെ വിഷാദരോഗത്തിലായ കുട്ടി 2021 പരിശീലനം അവസാനിപ്പിച്ചു. പീഡനത്തിൽ മനംനൊന്ത് കുട്ടി ആത്മഹത്യാശ്രമവും നടത്തിയിരുന്നു. ക്രിക്കറ്റ് ഭാവി തുലയ്ക്കുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നതിനാൽ കുട്ടി വിവരങ്ങളൊന്നും പുറത്തു പറഞ്ഞിരുന്നില്ല. 2024 തിരുവനന്തപുരത്ത് പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കാനെത്തിയ മറ്റൊരു പെൺകുട്ടി മനുവിനെ കണ്ട് ഭയന്ന് നിലവിളിച്ചതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. ഈ കുട്ടിയുടെ പരാതി പുറത്തെറിഞ്ഞതോടെയാണ് മറ്റു കുട്ടികൾക്കും പ്രതിക്കെതിരെ കേസ് കൊടുക്കാനുള്ള ധൈര്യം ലഭിച്ചത്. തുടർന്ന് പ്രതി മനുവിനെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 4 കേസുകളിലും ശിക്ഷിച്ചു. ബാക്കി 2 കേസുകളുടെ ശാസ്ത്രീയ പരിശോധനാഫലം കിട്ടിയതിനു ശേഷം മാത്രമേ വിസ്താരം ആരംഭിക്കുകയുള്ളൂ. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയ് മോഹൻ ഹാജരായി. കന്റോൺമെന്റ് പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷ് ശശി, സബ് ഇൻസ്പെക്ടർമാരായ ഷെഫിനെസ്, നിതിൻ നളൻ എന്നിവരാണ് കേസിൽ അന്വേഷണം നടത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.